ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗം. ലത്തീൻ കുർബാനയിൽ ഏറെ ഹൃദയസ്പർശിയായ ഒരു വാക്യം വിശുദ്ധ ബൈബിളിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. അല്പം രൂപഭേദം വരുത്തിയാണ് എങ്കിൽ കൂടി. കർത്താവേ, അങ്ങ് എൻ്റെ ഭവനത്തിൽ വരാൻ എനിക്ക് യോഗ്യതയില്ല. അങ്ങ് ഒരു വാക്ക് അരുളി ചെയ്താൽ മതി, എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും. വിശുദ്ധ കുർബാനയിൽ അത് എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും എന്ന് മാത്രം. വിശ്വാസത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ഒരു പരസ്യ പ്രഖ്യാപനമാണ് ശതാധിപൻ നടത്തുന്നത്. നമുക്കറിയാം, ശതാധിപൻ ഒരു വിജാതീയനാണ്. യഹൂദമത തത്വങ്ങൾ അനുധാവനം ചെയ്യുന്നൊരുവനല്ല. അവൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനുമല്ല. ക്രിസ്തുവിനെ കുറിച്ച് കണ്ടറിഞ്ഞ കാര്യങ്ങൾ വെച്ച് അവൻ അത്ഭുത പ്രവർത്തകനും അടയാളങ്ങൾ പ്രവർത്തിക്കണമെന്നൊക്കെ ആയതുകൊണ്ട് തൻ്റെ ഭൃത്യന് രോഗാവസ്ഥ വന്നപ്പോൾ ആ ഭൃത്യനെ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു യജമാനൻ അവന് സൗഖ്യം നൽകാൻ പോരുന്ന യേശുവിനെ കുറിച്ച് കേട്ടറിഞ്ഞ് അവൻ്റെ അടുക്കിലേക്ക് ആള് അയക്കുകയാണ്. എൻ്റെ ഭൃത്യൻ രോഗബാധിതനായ കിടപ്പിലാണ്, അവനെ സുഖപ്പെടുത്തണം. ഒരിക്കലും യേശു തൻ്റെ ഭവനത്തിലേക്ക് വരുമെന്നോ തൻ്റെ ഭവനത്തിൽ വന്ന് രോഗിയായ തൻ്റെ ഭൃത്യനെ അവിടുന്ന് സൗഖ്യപ്പെടുത്തുമെന്നോ ഒന്നും ആ മനുഷ്യൻ വിചാരിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ടാണ് യേശു തൻ്റെ ഭവനത്തിലേക്ക് വരുന്നു എന്ന് കേട്ടപ്പോൾ ആളയച്ച് ശതാധിപൻ യേശുവിനെ അറിയിക്കുന്നത്, കർത്താവേ, അങ്ങൻ്റെ വീട്ടിൽ വരാനുള്ള യോഗ്യത എനിക്കില്ല. ഇതല്ല വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം. വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം ഈ മനുഷ്യൻ തുടർന്ന് നടത്തുന്ന പരാമർശങ്ങളാണ്. അവൻ പറഞ്ഞു, എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോവുക എന്ന് പറഞ്ഞാൽ അവൻ പോകും, വേറൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരും, ഒരുവനോട് ഇത് ചെയ്യാൻ പറഞ്ഞാൽ അവൻ ചെയ്യും. ഇത് അവൻ അവതരിപ്പിക്കുന്നത് വിശ്വാസത്തിൻ്റെ ഏറ്റവും ഈടുറ്റ ഒരു ഭാഗം അവൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. എങ്ങനെയാണോ ഒരു പട്ടാള ക്യാപ്റ്റൻ തൻ്റെ പടയാളികളോട് കൽപ്പിക്കുന്നത്, അതുപോലെ പ്രപഞ്ചത്തിൻ്റെ മേല്, രോഗപീഠകളുടെ മേല്, ദുഷ്ടാത്മശക്തികളുടെ മേല് അധികാരമുള്ളവൻ തമ്പുരാൻ ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ഭൃത്യനിൽ നിന്ന് രോഗം വിട്ടുമാറും. അങ്ങൊരു വാക്ക് പറഞ്ഞാൽ അന്നത്തെ യഹൂദ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ബോധ്യമനുസരിച്ച് ശതാധിപനും യഹൂദരും ഒക്കെ വിശ്വസിച്ചത് പിശാചുക്കളുടെ ബന്ധനം മൂലമാണ് രോഗങ്ങൾ വരിക എന്നത്. അതുകൊണ്ട് തന്നെ ശതാധിപൻ പ്രഖ്യാപിക്കുന്നത് ഇതാണ്, നീ ഒരു വാക്ക് അരുളി ചെയ്താൽ എൻ്റെ ഭൃത്യനെ പിടികൂടിയിരിക്കുന്ന ആ ദുഷ്ടാത്മശക്തിയിൽ നിന്ന് അവൻ വിമുക്തനാകും, അവൻ്റെ രോഗം മാറും. നീ ഒരു വാക്ക് അരുൾ ചെയ്താൽ മതി. പ്രിയപ്പെട്ടവരെ, ഇവിടെ വിശ്വാസത്തിൻ്റെ ഒരു തേജോഗോപുരമായിട്ട് നിൽക്കുകയാണ് ശതാധിപൻ എന്ന മനുഷ്യൻ. അതുകൊണ്ടാണല്ലോ ഈശോ പരസ്യമായിട്ട് അവനെ പുകഴ്ത്തി സംസാരിക്കുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രായേലിൽ പോലും ഇതുപോലെയുള്ള ഒരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസം എതിരാളികളെ പോലും നാണിപ്പിക്കുന്ന തരത്തിലാകണമെന്ന് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ യേശു എനിക്ക് വിദൂരസ്ഥനല്ല. എൻ്റെ യേശു എന്നിൽ നിന്ന് അകലെയല്ല. ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ എൻ്റെ തമ്പുരാൻ എൻ്റെ അടുക്കൽ ഓടിയെത്തുമെന്ന് എൻ്റെ വേദനയുടെ ദുഃഖങ്ങളുടെ
രോഗങ്ങളുടെ മേഖലകളിലേക്ക് അവൻ്റെ ശക്തി ഒഴുക്കി ഇറക്കുമെന്ന് വിശ്വാസത്തോടെ ബോധ്യത്തോടെ ഏറ്റുപറയാൻ സഭ നമ്മളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നുണ്ട് തിരുവചനത്തിലൂടെ. ശതാധിപനായ മനുഷ്യൻ ഒരിക്കലും ക്രിസ്ത്യാനി ആയിരുന്നിട്ടില്ല, ക്രിസ്തുമത വിശ്വാസിയായിരുന്നിട്ടില്ല. അവൻ ഒരിക്കലും യേശുവിനെ ഒരു ദൈവമായിട്ട് അംഗീകരിച്ചിട്ട് പോലും ഉണ്ടാകില്ല. പക്ഷെ ഒരു പ്രവാചകൻ എന്ന നിലയിൽ, ഒരു മാന്ത്രികൻ എന്ന നിലയിൽ, ഒരു സൗഖ്യദായകൻ എന്ന നിലയിൽ അവനെ ഒന്ന് അകലെ നിന്ന് നോക്കിക്കാണുക മാത്രമാണ് ഈ ശതാധിപൻ ചെയ്യുന്നത്. ഈ ശതാധിപൻ നമുക്കറിയാം 100 പട്ടാളക്കാരുടെ ക്യാപ്റ്റൻ, അധികാരമുള്ളവനാണ്. വീട്ടിലെ ജോലിക്കാരും സേവകരും വാഹനവും സംവിധാനവും ഒക്കെ ഉള്ള വലിയ ഒരു മനുഷ്യൻ. അവനാണ് ഈ പരസ്യ പ്രസ്താവന നടത്തി ക്രിസ്തുവിലുള്ള തൻ്റെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുക. ഈ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ അനന്തരഫലം നമുക്കറിയാം. അവൻ്റെ ഭവനത്തിലേക്ക് യാത്ര പുറപ്പെട്ട യേശുനാഥൻ അവൻ്റെ ഭവനത്തിലേക്ക് പോകാതെ തന്നെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് യേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച്. അവൻ്റെ ഉയർന്ന സ്വരത്തിലുള്ള പ്രഖ്യാപനം യേശുവിനെ മാറി ചിന്തിപ്പിക്കുകയാണ്. ഇനി ഈ ശതാധിപൻ്റെ വീട്ടിൽ ഞാൻ പോകേണ്ടതില്ല, അവൻ്റെ ഭൃത്യൻ സുഖം പ്രാപിച്ചുകൊണ്ടു. അവിടുന്ന് പറഞ്ഞു, നീ വിശ്വസിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ. വീട്ടിൽ ചെന്നപ്പോൾ സൗഖ്യദായകനായ ഈശോയുടെ സ്പർശനം കൊണ്ട് രോഗം മാറി, അസ്വസ്ഥതകൾ മാറി, അവൻ സൗഖ്യം നേടിയവനായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, സഭയിൽ ഇക്കാലത്ത് നമുക്കോരോരുത്തർക്കും നിറവേറ്റാനുള്ള 2 ദൗത്യങ്ങളുണ്ട്. ഒന്ന്, വിശ്വാസത്തിൻ്റെ ഉടയവനായ, വിശ്വാസത്തെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായ ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസവും പരപ്പും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമതായി നാം ചെയ്യേണ്ടത്, നമുക്ക് ചുറ്റുമുള്ളവർക്ക് ഈ വിശ്വാസത്തിൻ്റെ പ്രവാചകരായിട്ട് തീരാൻ, വിശ്വാസത്തിൻ്റെ മറുവാക്കായി മാറാൻ, എന്നിൽ ആശ്രയിക്കുന്നവരെയും എന്നെ ചേർത്ത് പിടിക്കുന്നവരെയും എന്ത് വില കൊടുത്തും സംരക്ഷിക്കാൻ, പരിപാലിക്കാൻ. ഈ ശതാധിപനെ കുറിച്ച് കേട്ട ക്ഷണത്തിൽ ഈശോ അവൻ്റെ പിന്നാലെ അവൻ ക്ഷണിച്ച ഭവനത്തിലേക്ക് യാത്രയാവുകയാണ്. സമാന്തര സുവിശേഷങ്ങളിൽ, മറ്റ് സുവിശേഷങ്ങളിലൊക്കെ ഇത് കാണുമ്പോൾ ഈ ഇസ്രായേലിലെ നേതാക്കന്മാർ, ജനപ്രമാണികളൊക്കെ ഈശോയുമായിട്ട് സൗഹൃദത്തിലുണ്ടായിരുന്നവർ അവൻ്റെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്, ഇവൻ നമുക്ക് വേണ്ടിയിട്ട് സിനഗോഗ് പണിത് തന്നിട്ടുണ്ട്. അവൻ നമ്മുടെ ജനത്തോട് പ്രത്യേക പരിഗണനയും സ്നേഹവും കാണിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തമ്പുരാനെ, നീ വേണ്ടതുപോലെ ഇടപെടണം എന്ന് റെക്കമെൻഡേഷനുമായിട്ട് വരുന്ന ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട്. ഈ റെക്കമെൻഡേഷനോ മറ്റുള്ളവരുടെ വാക്കുകളുടെ പൊരുളോ ഒന്നുമല്ല ഈശോയെ ഈ ശതാധിപൻ്റെ വീട്ടിലേക്ക് നയിക്കുക. തൻ്റെ സാന്നിധ്യം കൊണ്ട് ഒരു മകൻ സൗഖ്യം നേടിയ, തൻ്റെ സാന്നിധ്യം കൊണ്ട് ഒരുവന് അനുഗ്രഹം പ്രാപിക്കാൻ സാധിച്ചാൽ അതാണ് അവനിൽ ദൈവം ആഗ്രഹിക്കുന്ന നീതിയെന്ന്, ദൈവം ആഗ്രഹിക്കുന്ന അനുഗ്രഹമെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് യേശു അവനെ ഭവനത്തിലെത്തി സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ശതാധിപൻ്റെ വാക്കിൻ്റെ നന്മ ഉൾക്കൊണ്ടിട്ട് യേശു അവിടെ നിന്ന് കടന്നു പോവുകയാണ്. അവന് സൗഖ്യം നൽകിയിട്ട്, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് യേശു മടങ്ങിപ്പോകും. അല്പം കൂടെ നാടകീയമായിട്ടാണ് മറ്റ് സുവിശേഷങ്ങളിൽ ഇത് അവതരിപ്പിച്ചിരിക്കുക. പോകുന്ന വഴിയിൽ ഭൃത്യനെ കുറിച്ച് മെസ്സേജുമായിട്ട് വന്ന സഹഭൃത്യരാണ് പറയുന്നത്, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട, അവൻ സൗഖ്യം നേടിക്കഴിഞ്ഞു. അവൻ സൗഖ്യം നേടിക്കഴിഞ്ഞു എന്നത് കേട്ടറിഞ്ഞ ശതാധിപൻ ചോദിക്കുന്നുണ്ട്,
ഇന്നലെ എപ്പോഴാണ് അവന് സൗഖ്യം കിട്ടിയത്? അവർ പറഞ്ഞു, മണിക്കൂറിൻ്റെ സമയം. അപ്പോൾ യേശു പറയുന്നത് എത്രയോ കൃത്യതയുള്ള കാര്യമാണ്. യേശു പറഞ്ഞത്, പ്രവർത്തിച്ചതും അത്ഭുതം കാണിച്ചതും ആ രാത്രിയിലാണ്. അവൻ എപ്പോഴാണോ നിൻ്റെ ഭൃത്യൻ സൗഖ്യമുള്ളവനാകട്ടെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞത്, ആ ക്ഷണത്തിൽ അവൻ സൗഖ്യം നേടുന്നവനായി, അനുഗ്രഹം പ്രാപിക്കുന്നവനായിട്ട് മാറുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക വിശ്വാസ ജീവിതത്തിൽ നമുക്ക് യേശുവിൻ്റെ അനുഗ്രഹത്തോടെ ചേർന്ന് നിൽക്കാം. വിശ്വാസത്തിൻ്റെ തേജോഗോപുരങ്ങളായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ക്രിസ്തുവിലുള്ള ആഴമായ വിശ്വാസം ഏറ്റു പറയുമ്പോൾ പ്രതിലോമ ശക്തികൾക്കെതിരെ പോരാടേണ്ടി വരും. നഷ്ടങ്ങളും കഷ്ടങ്ങളും സഹിക്കേണ്ടി വരും. രോഗങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരും. അവിടെയൊന്നും തളർന്നു വീഴാതെ ക്രിസ്തു ശിഷ്യൻ്റെ യഥാർത്ഥ റോളേറ്റെടുത്ത് മുന്നോട്ട് പോകാം നമുക്കെല്ലാവർക്കും ആകട്ടെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നമ്മളവിടെ കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.